ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ ഉള്ളത് ഗവർണറാണ്. രാവിലെ തന്നെ ഒന്ന് ബീച്ചിൽ കൂടെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇതാണ് കേട്ടോ ഗോകർണയിലെ നമ്മുടെ സ്റ്റേ. ഇന്നലെ രാത്രി ഇങ്ങോട്ട് വരുന്നത് എടുക്കാൻ പറ്റിയില്ല. അടിപൊളി വ്യൂ ആണ്. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് പോകാൻ തോന്നില്ല. പക്ഷെ നാളെ ഇവിടെ പണിക്ക് പോയില്ലെങ്കിൽ എന്നെ കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിടും എന്നുള്ള പോലായതുകൊണ്ട് പോവാണ്. ഇവിടെ വലിയ സെറ്റപ്പ് ഒന്നുമല്ല. അത്യാവശ്യം ചെറിയ ചെറിയ കുറച്ച് ടെൻറ്റ് കാര്യങ്ങളുണ്ട്. പിന്നെ 2 ഹട്ട്, അതേപോലെ പിന്നെ 2 ഡോർമെട്രി റൂംസ്, അങ്ങനെയാണുള്ളത്. അടിപൊളി സെറ്റപ്പാണ്. 12 മണിയാകാറായി. അപ്പോൾ ഞാൻ നമ്മുടെ സ്റ്റേയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് വലിയ പ്ലാനൊന്നുമില്ല. ഇന്ന് ഗോകർണ ടെമ്പിള്, പിന്നെ ഗോകർണയിൽ ഒരു ബീച്ച്, പിന്നെ ഓം ബീച്ച് എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു മെയിൻ ബീച്ചുണ്ട്. അപ്പം ഈ 3 ബീച്ചും കണ്ടിട്ട് പിന്നെ സ്ട്രെയിറ്റ് ടു നാട്ടിലേക്ക് ഒറ്റപ്പിടി പിടിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അതിനിടയിൽ സമയമുണ്ടെങ്കിൽ മുരുഡേശ്വര ടെമ്പിളിൽ ഒന്ന് പോകും. ഇവിടെയുണ്ട് കേട്ടോ ഗോവയിലൊക്കെ പോലെ ബൈക്ക് റെൻറ്റ് 300 രൂപ 350 രൂപ ഒക്കെ ആയിരിക്കും. പിന്നെ ഗോമാതാക്കൾ റൂട്ടിൽ കിടക്കുന്നുണ്ട്. കാളെ ഗോപിതാവ. നല്ല ട്രാഫിക്കൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അടിപൊളിയാണല്ലോ ഇവിടെ. ഗോവ സെറ്റപ്പിലുള്ള ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളും. മറ്റ് ഷോപ്പുകളില്ല എന്ന് വെച്ച് മാറ്റി നിർത്തിയാൽ ഓൾമോസ്റ്റ് ഗോവ തന്നെ. വാവ്, നൈസ്. ശ്രീ മഹാഗണപതി ടെമ്പിൾ, ശ്രീ മഹാഗണപതേശ്വര ടെമ്പിൾ. 2 ടെമ്പിളാണ് ഇവിടെ ഉള്ളത്. ടെമ്പിളൊന്നും കാണുന്നില്ലല്ലോ. നട്ടുച്ചക്കൊക്കെ ആരാ അമ്പലത്തിൽ പോകുന്നത്? ഇതെന്തോടെ ഉത്സവത്തിൻ്റെ ഒരു രഥമാണെന്നാണ് തോന്നുന്നത് അവിടെ നമ്മുടെ മുന്നിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വെരി നൈസ്. ഇത് വലിച്ചുകൊണ്ട് പോകണം ചെയ്യാൻ ആൾക്കാർ. അതെ, നമ്മുടെ ഈ റൈറ്റിൽ കാണുന്ന കേട്ടോ അമ്പലം. നല്ല തിരക്കുണ്ട്. പിന്നെ സമയമില്ലാത്തതുകൊണ്ട് അതിനകത്തേക്ക് കയറുന്നില്ല. പിന്നെ അതിനകത്തേക്ക് ക്യാമറ ഒന്നും കൊണ്ടുപോകില്ല. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുമില്ല അതിനകത്ത് കയറിയിട്ട്. അതുകൊണ്ട് തന്നെ മഹാബലേശ്വര ടെമ്പിൾ ഗോകർണ. ഈ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ ഉള്ള ചെറിയൊരു റോഡ്, ഇൻ്റർലോക്ക് ചെയ്ത ചെറിയ റോഡാണ്. ഈ റോഡ് ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ മെയിൻ ബീച്ചിലേക്ക് എത്തും. 2 സൈഡും ഒരുപാട് ഷോപ്സ് കാര്യങ്ങൾ. നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഇവിടെ സുഗന്ധവ്യഞ്ജനങ്ങൾ, സ്പൈസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ നല്ല സ്മെല്ലടിക്കുന്നുണ്ട്. വാവ്, സൂപ്പർ. ഗോകർണ സ്പെഷ്യൽ സ്വീറ്റ്സ് കുറച്ച് വാങ്ങിക്കാം. എന്തായാലും ഒന്നും കൊണ്ടുപോകാതിരിക്കുന്ന മോശമല്ലേ വീട്ടിലേക്ക്. നല്ല തിരക്കുണ്ട് കേട്ടോ. ഒന്നൊരു വർക്കിംഗ് ഡേ ആയിട്ട് പോലും പെരും തിരക്കാണ്. നമ്മൾ ഈ കോഴിക്കോട് നിന്ന് വരുന്നതുകൊണ്ടേ നമുക്ക് ഈ ബീച്ച് അങ്ങനത്തെ പരിപാടികളൊന്നും ഒരു വലിയൊരു അതിശയമായിട്ടൊന്നും തോന്നില്ല. ബീച്ചുകൾ ഒരിക്കലും എനിക്കൊരു അതിശയമൊന്നായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഗോവയിൽ പോയതൊന്നും ഇല്ലെങ്കിൽ ഗോവർണയ്ക്ക് വന്നതും ഒന്നും ഈ ബീച്ച് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ള ടാർഗറ്റ് ചെയ്തിട്ട് കാര്യങ്ങളൊന്നുമല്ല. എൻ്റെ ആകെയുള്ള ടാർഗറ്റ് ഞാൻ പറഞ്ഞില്ലേ, റൈഡ്, വണ്ടി ഓടിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ മെയിൻ ടാർഗറ്റ്. രണ്ടാമത്തെ ടാർഗറ്റ് എന്താ പറയുക, 3 ദിവസം നമ്മളെല്ലാ വർക്കൊന്നും മാറിയിട്ട് ഒന്ന് ഫ്രീ ആവുക. ഇനിയിപ്പോൾ ഒരു 3-4 മാസം ഇങ്ങനത്തെ ലോങ് ട്രിപ്പ് പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഗോവർണനെ നമ്മളിങ്ങനെ ഇവിടുത്തെ ഒരു ഓം ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചുണ്ട്, അങ്ങോട്ട് പോകാം. മെയിൻ ബീച്ചിൽ നിന്ന് ഇറങ്ങി മെയിൻ ബീച്ചിലേക്കൊന്നും ഇറങ്ങാൻ നിന്നിട്ടില്ല. ചുമ്മാ അതുവഴി ഒന്ന് ബൈക്കിലൊന്ന് ഇറങ്ങി നമ്മളവിടെ ഒരു സ്വീറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിച്ചു വീട്ടിലേക്ക്. ഒരു 300 ഗ്രാം സ്വീറ്റ്സിന് 300 രൂപ. അതായത് 3 ടൈപ്പ് ഉണ്ടായിരുന്നു അവിടെ. ആ 3 ടൈപ്പും ഓരോന്ന് വാങ്ങിച്ചു 100 രൂപയ്ക്ക് വെച്ചിട്ട്. അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ ഓം ബീച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ യാത്ര മുരുഡേശ്വരായിരിക്കും. ഓം ബീച്ചാണ് ഗോകർണയിലെ ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്ന ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. നിങ്ങളെന്തായാലും ഗോവേനേക്കാൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു സ്ഥലം ഗോകർണയാണ്. ബിക്കോസ് ഞാൻ 2 ബീച്ചിലും പോയി. ഒന്ന് മെയിൻ ബീച്ച്, അത് ആസ് യൂഷ്വൽ കോഴിക്കോട് ബീച്ച് പോലത്തൊരു ചെറിയൊരു പരിപാടിയാണ്. പക്ഷേ
രാവിലെ ഞാൻ സ്റ്റേ ചെയ്ത ബീച്ച് അടിപൊളി ബീച്ചാണ്, കിടലൻ ബീച്ചാണ്. പിന്നെ ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ബീച്ചും ഇവിടെയും പോളി സെറ്റപ്പാണ്. എനിക്ക് റോഡൊക്കെ കണ്ടാൽ മനസ്സിലാവും, നമുക്ക് റൈഡ് ചെയ്ത് മതിയാവില്ല, അത്ര അടിപൊളി റോഡുകളാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് ഗോവയുടെ അത്ര തിരക്കില്ല. എനിക്ക് തോന്നുന്നു ഗോവനേക്കാളും ചീപ്പാണ്. കമ്പാരിറ്റീവ്ലി സ്കാംസ് കുറവാണ് ഗോവനേക്കാൾ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത്. അങ്ങനെ ഏത് തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിലും നമുക്ക് ഗോവയേക്കാൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു പരിപാടി അത് ഗോകർണയാണ്. സോ ഫാമിലിയൊക്കെ ആയിട്ട് നിങ്ങൾ ട്രിപ്പ് വരണം, കുറച്ച് സമാധാനമായിട്ട് 2 ദിവസം ഒരു ബീച്ച് റിസോർട്ടിലൊക്കെ താമസിക്കണം, ബീച്ചിലുള്ള. ദെൻ ലെറ്റ്സ് കം ഗോകർണ. ഒരു ബീച്ചിലേക്ക് പോകുന്നൊരു വഴിയത്. ജസ്റ്റ് സീ ദിസ് കാട്, എന്ത് ഭംഗിയാണിത്. 2 സൈഡും നമുക്ക് കാട്, നല്ല തണല്, ഒരു രക്ഷയില്ല, കിടിലൻ. പാരഡൈസ് ബീച്ച്. ഇതിൽ പോകില്ല എനിക്ക് തോന്നുന്നു, നമുക്ക് പോയി നോക്കാം. അവിടെ എന്തോ ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ടല്ലോ. ഓം ബീച്ച് പോയിട്ട് തിരിച്ചു വരുമ്പം ടൈം ഉണ്ടെങ്കിൽ നമുക്ക് പോയി നോക്കാം. ഇതാണ് ഗോകർണയിലെ ഓം ബീച്ചിലേക്കുള്ള എൻട്രൻസ്. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞിട്ട് നേരിട്ട് ബീച്ചിലേക്കാണ്. ഇറ്റ്സ് ആൻ അമേസിങ് വ്യൂ. ഇവിടെ ഒരുപാട് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് വിൽക്കാൻ കേട്ടോ. ഗോകർണ സ്പെഷ്യൽ അല്ല, എല്ലാ ബീച്ചിലും കിട്ടുന്ന കുറേ ഐറ്റംസ്. എൻ്റെ അമ്മോ, ഇതിലെ വന്നിട്ട് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ അതൊരു വൻ നഷ്ടമായി പോയനെ. എന്നെ ഒരു വ്യൂവാ. ഈ ഒരു ചിത്രത്തിൽ കാണുന്ന പോലെ ഈ ഓം എന്ന് എഴുതിയ അതേ ഷേപ്പിലാണ് ഈ ബീച്ചിൻ്റെ ഒരു ഷേപ്പ് ഉള്ളത്. അതുകൊണ്ടാണ് ഈ ബീച്ചിനെ ഓം ബീച്ച് എന്ന് പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ വളരെ കുറച്ച് മാത്രം കണ്ട് ഇനി കാണാൻ ഒരുപാട് ബാക്കി വെച്ച് ഗോകർണയിൽ നിന്ന് മടങ്ങുകയാണ്. അടുത്ത ഗോകർണ ട്രിപ്പ് എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. കാരണം ഇത് എൻ്റെ ലൈഫിലൊരു ഗോകർണത്തിൻ്റെ ട്രെയിലറായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് അടുത്ത ട്രിപ്പ് ഞാൻ പൊളിക്കും. ഗോകർണ ഇറ്റ്സ് ജസ്റ്റ് എ ട്രെയിലർ. അപ്പം അടുത്ത ഒരു 3-4 മാസത്തിനിടയ്ക്ക് ഒരു ട്രിപ്പ് വീണ്ടും ഗോകർണയ്ക്ക് പ്ലാൻ ചെയ്യും.
ഗോകർണ വരും ഷുവർ, എന്തായാലും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഗോകർണ. ഇനി അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര തുടരാണ്, നാട്ടിലേക്കുള്ള യാത്ര. അതിനിടയിൽ ആകെ നമ്മൾ കയറാൻ ചാൻസ് ഉള്ള ഒരൊറ്റ സ്ഥലം, അത് നമ്മുടെ മറ്റേ മുരുടേശ്വർ മാത്രമാണ്. പക്ഷേ വാവ്, നല്ല കിടിലൻ അടിപൊളി റോഡ്. നമ്മൾ NH ബൈപ്പാസിലേക്ക് ഒരു 7 കിലോമീറ്റർ കൊണ്ട് എത്തും. ആ റോഡിലേക്കുള്ള പോകണം. ഈ രണ്ട് സൈഡും, ഒരു സൈഡ് പാടം, ഒരു സൈഡ് ചെറിയൊരു പുഴ. ചെറിയ പുഴയല്ലോ കേട്ടോ, വലിയ പുഴ. വലിയൊരു പുഴയും പാടവും, രണ്ട് സൈഡ് നടുകൂടെ റോഡ്. നല്ല അടിപൊളി വൈബ്, സൂപ്പർ. ഒരു മാക്സിമം ഒരു 6-7 മിനിറ്റും കൂടെ നമ്മൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ NHലെത്തും. NHന്ന് പിന്നെ നമ്മളെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടുള്ള മുരുടേശ്വര പോകും. മുരുടേശ്വരയിൽ നിന്ന് പിന്നെ മംഗലാപുരം, കോഴിക്കോട്. അതോടെ നമ്മുടെ ട്രിപ്പ് അവസാനിക്കും. എനിക്ക് തോന്നുന്നു ഞാനൊരു 12:30-1 മണിയൊക്കെ ആകുമ്പോൾ കോഴിക്കോട് വീട്ടിലെത്തും എന്നാണ് എൻ്റെ നിലവിലുള്ള പ്രതീക്ഷ. അങ്ങനെ നമ്മൾ മുരുടേശ്വർ എത്തിട്ടോ. ഈ വലിയ കമാനം ഇല്ലെങ്കിൽ കവാടം കടന്നാൽ നമ്മൾ മുരുടേശ്വര ടെമ്പിളിലേക്ക് എത്തും എന്നൊക്കെയാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത്. എന്തായാലും ഉപയോഗ ഇത് തന്നെയല്ലേ ആ ടെമ്പിള്. മുരുടേശ്വറിന്ന് ബോർഡൊക്കെ കാണുന്നുണ്ട്. ആ മുന്നിൽ കാണുന്ന വൻ ഗോപുരം, അതാണ് ടെമ്പിൾ. അതിൻ്റെ തൊട്ട് പിറകിലായിട്ട് ശിവൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്. ആ സ്റ്റാച്ചു എനിക്ക് തോന്നുന്നു ഇപ്പം എന്തോ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക അവിടെ. ഇതിൻ്റെ അകത്തേക്ക് ഒരു നല്ല തിരക്കുണ്ടെങ്കിൽ പോയി കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതിനകത്തേക്ക് അങ്ങനെ പോകണ്ട. ജസ്റ്റ് വേണ്ട പുള്ളി റൂം വേണമെന്ന് ചോദിച്ചാൽ നമുക്കിതിനെ റൂം തിരിച്ച് വീട്ടിലേക്ക് വന്ന്. ഇവിടെയൊക്കെ വൻ തിരക്കാണുള്ള ഷോപ്പുകളുണ്ട്. ഇതാണ് അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴി. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വണ്ടിയൊക്കെ പാർക്കിങ് വയ്ക്കാം. അതാണ് ആ മുന്നിൽ കാണുന്ന ആ ഇതാണ് ശിവൻ്റെ ഒരു സ്റ്റാച്യു. എത്രത്തോളം നമുക്ക് പോകാൻ പറ്റും എന്നൊന്ന് നോക്കട്ടെ. നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് കയറിയിട്ട് പാർക്കിങ് പോകുന്ന മാതിരി കാണിച്ചിട്ട് പറ്റിക്കാം. ഇതാണ് ജസ്റ്റ് ഇതാണ് സ്റ്റാച്ചു ശിവൻ്റെ മുരുടേശ്വരത്തെ. ഇവിടുന്ന് ഇങ്ങനെ നടന്ന് പോയിട്ട് അങ്ങനെ കാണാം. ഇറങ്ങുകയാണെങ്കിൽ ഒരുപാട് പണിയാണ്. എന്താ വെച്ചാൽ ഇത് ബാഗ് അയക്കണം, ഇതൊന്ന് ക്യാമറ അയച്ചെടുക്കണം. അപ്പോൾ അതിലും നല്ലത് ഇങ്ങനെ കാണുന്നതാണല്ലോ, ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട്. യെസ്, ഇവിടെ എത്തുമല്ലേ. നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ എന്തെങ്കിലും വെള്ളമൊക്കെ കുടിച്ചിട്ട് അങ്ങോട്ട് പോകാം. ബൈക്ക് പോകുന്നത്ര പോവാം, ബൈക്ക് പോകുന്നത്ര നമുക്ക് കൊണ്ടുപോകാം അല്ലേ. നോക്കിയിട്ട് യെസ്, പണി നടക്കുക. അതിൻ്റെ മുകളിൽ ആൾക്കാരൊക്കെ ഉണ്ട്, പെയിൻറ്റിങ്ങോ എന്തോ പണിയെടുക്കുക. പക്ഷേ ഇത് 6-7 മാസമായിട്ടോ പെയിൻറ്റിങ് കൊണ്ടിട്ട്. ഞാൻ ലാസ്റ്റ് കഴിഞ്ഞ തവണ ഇവിടെ വന്ന സമയത്തും ഇവിടെ ഈ പെയിൻറ്റിങ്ങിൻ്റെ ഇതിൻ്റെയും പണിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മുരുടേശ്വര ബീച്ച്. നോക്കട്ടെ, ഇതിലെ പോയി കഴിഞ്ഞാൽ ബീച്ച് എന്തെങ്കിലും എത്തുന്നു. ആരെ ചീത്ത പറയുകയാണെങ്കിൽ തിരിച്ചിങ്ങോട്ട് പോരാ, അത്ര തന്നെ. അല്ലാതെ വേറൊന്നും ചെയ്യാനൊന്നുമില്ല. ഒരു നായുണ്ട്, ചിലപ്പോൾ നായ വരയ്ക്കും. യെസ്, നമ്മുടെ മുന്നിൽ കാണുന്നതാണ് മുരുടേശ്വര ബീച്ച്. സൈഡിലുള്ളതാണ് ടെമ്പിള്. അതായത് നമുക്കിതിൻ്റെ പിറകിൽ കൂടെ ഇങ്ങനെ വണ്ടി ഒഴിച്ച് പോകും. ആഹാ, ഇതാണ് സ്റ്റാച്ചുവിൻ്റെ ബാക്ക് സൈഡ്. ഇതൊരു പുതിയ അറിവാണല്ലോ. എന്നാലേ നമുക്ക് ഇങ്ങനെ തന്നെ തിരിച്ചിങ്ങോട്ട് പോരാം. ഞാനൊരു ചീത്ത പറയുകയാണെങ്കിൽ അഗൈൻ ഒന്നും കൂടെ ശിവനെ നമുക്ക് റിട്ടേൺ ആയിട്ട് വലം വയ്ക്കാം. അതെ കണ്ടോ, ആഹാ, ശിവൻ മുരുടേശ്വർ. എന്തിനു നമ്മൾ അവിടെ പോകണം? അതിലും നല്ല അടിപൊളിയായിട്ട് ഇതിനെ എല്ലാ സൈഡിൽ നിന്നും നമ്മൾ കണ്ടില്ലേ. വാവ്, നൈസ്, ഒരേ പൊളി. ബീച്ചൊക്കെ എന്ത് വലിയ ബീച്ചല്ലേ. ബീച്ചിൽ പോയി മതിയായിട്ടൊന്നുമില്ല, എന്നാലും ഇത്ര ബീച്ചിലാണ് പോയ ഓരോ ദിവസവും. എന്തായാലും ട്രിപ്പ് നൈസായിരുന്നു. അതായത് ഇതാണ് നമ്മൾ കാണാൻ വന്ന ലൊക്കേഷൻ. ഇനിയുള്ളതൊക്കെ നമ്മൾ വരുന്ന വഴിയിൽ എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ അതൊക്കെ ഷൂട്ട് ചെയ്യാം, അല്ലാതെ വേറെ ഒന്നും ഷൂട്ട് ചെയ്യില്ല. അതുപോലെ തന്നെ ക്യാമറയിൽ മെമ്മറി സ്പേസ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടൊന്നും ഡിലീറ്റ് ചെയ്യാൻ ഇനി കാണുന്നില്ല.
അതുകൊണ്ട് അങ്ങനെ മുരുടേശ്വരത്തുനിന്നും കൂടെ നമ്മൾ വിട പറയുകയാണ്. ഇനി നേരെ മംഗലാപുരം, അവിടുന്ന് കോഴിക്കോട് മുരുടേശ്വരം ബസ് സ്റ്റാൻഡ്. ശരിക്കും ഇവിടെ എന്തോ ഒരു ഉത്സവമുണ്ട് കേട്ടോ. ഇവിടെയും നമ്മൾ നേരത്തെ പോയ അമ്പലമല്ലേ ഗോകർണ, അവിടെയും എന്തോ ഉത്സവമുണ്ട്. ആ ഉത്സവം ഉള്ളതുകൊണ്ടാണ് ഭയങ്കര റഷ് കാണുന്നത്. ഇവിടെ എന്തോ ഞാൻ അവിടെ വെള്ളം കുടിക്കാനൊരു ഷോപ്പിൽ കയറിയ സമയത്ത് അവിടെയുള്ള പയ്യൻ പറഞ്ഞു എന്തോ ഒരു ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇത്ര തിരക്കുന്നത്. എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. എന്തോ ശിവനായിട്ട് ബന്ധപ്പെട്ടതോ അങ്ങനെ എന്തോ ഉത്സവമായിരിക്കും. അതുകൊണ്ടായിരിക്കും അവിടെയും ഇവിടെയും ഒക്കെ ഒരേമാതിരി പരിപാടി നടക്കുന്നുണ്ട്. ഒക്കെ എന്തായാലും നമ്മളതിലൊന്നും നിൽക്കുന്നില്ല, അങ്ങനെ പോവുകയാണ്. ഇപ്പോൾ സമയം 3:45. നമ്മൾ നാട്ടിൽ നിന്ന് കഴിഞ്ഞ ശനിയാഴ്ച സ്റ്റാർട്ട് ചെയ്ത സമയം. നമ്മളെ വണ്ടി ഓടിച്ചിട്ട് കേരളത്തിൻ്റെ എൻട്രൻസ് കടന്നോ. യെസ്, മുരുടേശ്വരത്ത് നമ്മളിവിടെ എത്തിയിരിക്കുന്ന 3:45 സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ സമയം എനിക്ക് തോന്നുന്നു ഒരു 7 മണി. അപ്പം 3.25 മണിക്കൂർ കൊണ്ട് നമ്മൾ മംഗലാപുരം എത്തി. ഇനിയിപ്പോൾ ഇതിൽ കാണിക്കുന്നത് കാസർഗോഡ് 32 കിലോമീറ്ററൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ മൊത്തം ഒരു 200 കിലോമീറ്ററോളം ഉണ്ടാവും വീട്ടിലേക്ക്. അങ്ങനെ നമ്മുടെ ട്രിപ്പ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടോ. ഞാനിപ്പം ബൈപ്പാസിൽ നിന്ന് എൻ്റെ വീട്ടിലേക്കുള്ള സർവീസ് റോഡിലേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റും ഇല്ല, 2-3 മിനിറ്റ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീടെത്തും. ഞാൻ ഈ ട്രിപ്പിലെ ടോട്ടൽ എൻ്റെ 4 ദിവസം കൊണ്ട് മൊത്തം ഒരു 1300 കിലോമീറ്റർ വണ്ടി ഓടിച്ചു. പിന്നെ 1300 കിലോമീറ്റർ വണ്ടി ഓടിച്ചെങ്കിലും അത് ഓൾമോസ്റ്റ് എൻ്റെ പ്ലാൻ പടി തന്നെ നടന്നുകൊണ്ട് എനിക്ക് പിന്നെ ഒരുപാട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വണ്ടി ഓടിക്കാനൊന്നും ഉണ്ടായില്ല. ഭയങ്കര സ്മൂത്തായിട്ട് തന്നെ പോയിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. ആ ഫസ്റ്റ് ഡേയിൽ കുറച്ച് റൂം കിട്ടാൻ വേണ്ടിയിട്ട് രാവിലെ കുറച്ച് ബുദ്ധിമുട്ടി ആ റഷ് കൊണ്ട്. അല്ലാതെ അങ്ങനെ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഈ ട്രിപ്പിലുണ്ടായില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും ഭയങ്കര സ്മൂത്തായിരുന്നു. പിന്നെ ഈ ലാസ്റ്റ് ഡേയിൽ കണ്ട ഗോകർണ ആയാലും ഒരു പുതിയൊരു എക്സ്പീരിയൻസും കിട്ടി. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ട്രിപ്പ് ഫോർ മീ എനിക്കൊരു ഭയങ്കര ഹാപ്പിനെസ് വന്നൊരു ട്രിപ്പാണ്. എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ട്രിപ്പും ഏകദേശം ഇങ്ങനെ തന്നെ എൻ്റെ പ്ലാൻ അനുസരിച്ച് തന്നെ തീരാറുണ്ട്. മിക്കവാറും ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന ട്രിപ്പുകൾ എനിക്ക് അതിനനുസരിച്ച് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാറുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ കൂടുതലും ഒറ്റയ്ക്ക് തന്നെ പോകുന്നതും അതുകൊണ്ടാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ടൈം 12 മണി. ഇനി വീട്ടിൽ പോയിട്ട് ഒന്ന് കുളിച്ച് മാറ്റി കിടന്നുറങ്ങുക. എന്നിട്ട് പിന്നെ നാളെ രാവിലെ എണീറ്റിട്ട് ബാക്ക് ടു നോർമൽ ലൈഫ്. അതിൻ്റെ ഇടയിൽ ഈ പോയ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എഡിറ്റ് ചെയ്യണം, പോസ്റ്റ് ചെയ്യണം. എത്രത്തോളം പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നോ ഒന്നും അറിയില്ല. ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് തന്നെ. അപ്പം അങ്ങനെയൊക്കെയാണ് ഈ ട്രിപ്പിൻ്റെ കാര്യങ്ങൾ. ഇപ്പം ടൈം ഓൾമോസ്റ്റ് 12 മണി കഴിഞ്ഞു കേട്ടോ. 12 മണി കഴിഞ്ഞിട്ടൊരു 12:10 ഈ സമയത്ത് തന്നെ എത്തുന്നായിരുന്നു എൻ്റെ ഒരു പ്ലാൻ വൈസും. ഇതന്നെയായിരുന്നു ഞാനും പ്രതീക്ഷിച്ചൊരു ടൈം. അങ്ങനെ അവസാനം വീടെത്തി കേട്ടോ. വീടെത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് ഒരു ഫുട്പാത്തിലേക്ക് കയറും. ആ ഫുട്പാത്തിൽ നിന്ന് 2 വളം കൂടെ കഴിഞ്ഞാൽ വീടെത്തും. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. വീഡിയോ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണം. എന്ത് സജഷൻ പറഞ്ഞാലും ഞാനത് അടുത്ത ട്രിപ്പിൻ്റെ വീഡിയോയിൽ ക്ലിയർ ആക്കും. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി, ഗുഡ് നൈറ്റ്.